കൊടുക്കൂല. ഇനി പെരിന്തൽമണ്ണ ഏതെങ്കിലും കടകൾ ബാക്കിയുണ്ടോ കയറാൻ? എല്ലാ ബ്രൈഡ്സിന്റെ ബ്ലോഗ് ഇൻസ്പിറേഷൻ കണ്ടോണ്ടോ? അപ്പോഴേ ഇന്ന് വീണ്ടും കുഞ്ചൂസിൻ്റെ കൂടെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് അവൾ പെരിന്തൽമണ്ണക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. കല്യാണം ആകുമ്പോഴത്തേനും ഞങ്ങൾ പെരിന്തൽമണ്ണ ഉള്ള എല്ലാ ബൊട്ടീക്കുകളും ഞങ്ങൾ കയറി ഇറങ്ങും. ഡിസൈനർ ബൊട്ടീക്കുകളെല്ലാം കയറി ഇറങ്ങും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഹൽദി ഡ്രസ്സൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് കൺഫേം ആക്കണം. പിന്നെ നമ്മൾ അന്ന് സംഗീതത്തിൻ്റെ ഡ്രസ്സ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം. അങ്ങനെ 2-3 പർപ്പസുമായിട്ട് വീണ്ടും പോവാണ്. പിന്നെ എനിക്ക് നമ്മളെ പെരിന്തൽമണ്ണയുള്ളൊരു ഫാമിലിയിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് വെഡ്ഡിങ്ങിന് ഇടാനുള്ള ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മെറ്റീരിയൽ കിട്ടുമെന്നൊന്ന് നോക്കണം. ഞാൻ ഷൈത്താനെ കൂട്ടിയിട്ട് മെറ്റീരിയൽസ് നോക്കാൻ പോകണമെന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോഴാണ് പിന്നെ നമ്മളെ ബൂബു ഇതൊക്കെ കാര്യം ഉണ്ടായത്. അപ്പോൾ പിന്നെ കുറച്ച് ഓക്കെ ആവാതെ തന്നെ കൂട്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്ന്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നേ ഇത്തൻ്റെ കൂടെ വരാമെന്നിട്ട് നമുക്ക് പോയി നോക്കാം. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഇത്തപ്പോഴും ഞാൻ വിളിച്ചാൽ വരും. പക്ഷേ എനിക്കെന്തോ ഒന്നും കൂടി ഒന്ന് ഓക്കെ ആവട്ടെ. ഓക്കെ ആയിട്ട് പോയിട്ട് മെറ്റീരിയൽസൊക്കെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് കൺമഷി ഇടാൻ കുറച്ച് മടിയാണ് കേട്ടോ. കൺമഷി തന്നെ കണ്ണിൻ്റെ ഇടയിൽ കാജലൊക്കെ ഇടാൻ ഭയങ്കര മടി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐബ്രോസ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐബ്രോസ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് സമയമെടുത്ത് അത് ഞാനിടും. ഇതത്ര ബ്രാൻഡഡ് ഒന്നല്ല. ഒരു ബ്രൗമി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോമി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഈ മറ്റേ ഇതും നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബ്രഷും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് കളർ ചെയ്തിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ആവുകയും ചെയ്യും. നല്ലൊരു ഫിനിഷിങ്ങാണ്. കൊള്ളാം. ഐലൈനർ ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ അണ്ണിന് രക്ഷ എന്താ ചെറിയൊരു വാലിട്ട് കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷെ അതിനൊരു എന്താ പറയുക ടൈം കിട്ടാത്തതുകൊണ്ട് എന്തെന്ന് അറിയില്ല ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് കാണുന്ന ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ പേര് ഷെയർ ചെയ്ത് തരാം കേട്ടോ കമൻറ്റിൽ. ഓക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാമെന്നൊക്കെ. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോഴും വെഡ്ഡിങ്ങിനിടുന്ന ഡ്രസ്സൊന്നും നമ്മളോട് ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഹൽദിക്കുള്ള ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ ഡ്രസ്സ് കിട്ടുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട്. എനിക്കിതായി സ്നേഹയുടെ ഈ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഗൗൺ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ സ്നേഹമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു അതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ള ആ ഒരു പാറ്റേണൊക്കെ കണ്ടപ്പം ഇതുപോലത്തെ ഒരു ഗൗണ് ചെയ്യിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു എനിക്കൊരു പേസ്റ്റൽ മിൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ എൻ്റെ കളറ്. ഞങ്ങൾ 3-4 പേരുള്ളതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ കളർ പാറ്റേൺ ഇതൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ കളറൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ലാവൻഡർ വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സംഗീത് നൈറ്റിന് അതായത് കല്യാണത്തലേന്നുള്ള പോലെ അന്ന് നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡാൻസ് പഠിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു ചുരിദാർ പോലത്തെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നിൽക്കുമ്പോൾ ഡാൻസ് കളിക്കുമ്പോഴേ ഒരു കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ആവാണ്ട് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന അതിൻ്റെ പാൻ്റ് ആണെങ്കിലും പലാസോ ആണ്. അപ്പം കുറച്ചുകൂടി കംഫർട്ടായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കളർ എന്ന് പറഞ്ഞാൽ ചെറിയ റെഡാണ്. കുറച്ച് ഗിൽറ്റി ആയിട്ടുള്ള ഗോൾഡൻ കളർ വർക്കൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സിൻ്റെ ഡിസൈൻ ഏകദേശം മനസ്സിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മെറ്റീരിയലും കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ചെയ്യിക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്. കുഞ്ചൂസ് നേരെ പെരിന്തൽമണ്ണയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്യും. ഗൈസ് ഒരു വട്ടം വന്ന് ഇതൊക്കെ ഇട്ടിട്ട് നോക്കി പോയതുണ്ട്. പിന്നെ വന്നപ്പോൾ പിന്നെയും വേണം ഇട്ട് നോക്കുക. ജിൽ എവിടെയെന്ന് നോക്കി നടക്കുക. രസമുണ്ട് കേട്ടോ. കൊടുക്കൂല. എന്തിലേലും ഒന്ന് ഉറച്ചു നിൽക്കുമ്പോഴത്തേനും വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വീണ്ടും ചഞ്ചലപ്പെടും മനസ്സ്. ഇത് നിന്റെ മറ്റേ ഡാൻസിന് പറ്റില്ല കേട്ടോ.
നാട്ടിലിട്ടോ രണ്ട് സ്റ്റെപ്പ് ഇട്ട് നോക്കണമെങ്കിൽ പിന്നെ വൈനോട്ട് ഗ്ലിറ്ററി ആണോ ഇത് ശരിക്കും ലൈറ്റിൽ നല്ല രസമാണ്. നേരിട്ട് കാണുന്ന ഗ്ലിറ്ററി ഫോണിൽ കിട്ടില്ല. നേരിട്ട് ഭയങ്കര ചില്ലിലാണ് കേട്ടോ, പക്ഷെ അത്രയും നമുക്ക് ഫോണിൽ കിട്ടണില്ല. ഇതൊന്നും സംഗീത് നൈറ്റ് ആയാലും അയച്ചിട്ടില്ല എന്നാ തോന്നുന്നു കേട്ടോ. സംഗീത് നൈറ്റ് ആയാലും ഇത് അയച്ചിട്ടുള്ളവരാണല്ലേ. ചെറിയ പീസ് മതി കേട്ടോ. ഇതൊക്കെ തിന്നാൻ നമ്മളിവിടെ നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഒരു ഷോപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തീരെ വിശന്നുണ്ട്. പിന്നെ അതിനൊരു നല്ല ബേസ് ആരുമില്ല, നല്ല സേഫ് സ്പോട്ടാണ്. മൂലൊക്കെ ഇരുന്ന് എല്ലാ പുതിയ ഷോപ്പുകൾ കണ്ടുപിടിക്കും. ഇതിപ്പോ അടുത്ത് തുറന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകി എത്താൻ. ഇനി പെരിന്തൽമണ്ണ ഏതെങ്കിലും കടകൾ ബാക്കിയുണ്ടോ കയറാൻ? എല്ലാ ബ്രൈഡ്സിന്റെ ബ്ലോഗ് ഒരു ഇൻസ്പിറേഷൻ കണ്ടോട്ടോ ഗൈസ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാലും പോരാ. ഇനി ഈ പഞ്ചായത്തില് നഗരസഭയിൽ ഇനി വേറെ ഒരു ഷോപ്പും ഇല്ല കാണാൻ. എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ആരത് കലിപ്പിലിരിക്കാൻ നേരത്തെ മമ്മയായിട്ടൊന്നും അടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കലിപ്പിലിരിക്കാൻ ഇവിടെ ഒളിച്ചിരിക്കാണല്ലേ. സംഗീത് നൈറ്റിനുള്ള അവൾക്കുള്ള ഡ്രസ്സ് ഏകദേശം ഫിക്സ് ആയി. ഇനി നമുക്ക് ബ്രൈഡൽ ഷവറിനുള്ള ഒരു ഡ്രസ്സൊന്നും ഡിസൈൻ ചെയ്യാൻ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി നോക്കാൻ പോയത്. ഹൽദിക്കുള്ളതും ഓൾമോസ്റ്റ് ഞങ്ങൾ ഡിസൈനൊക്കെ സെറ്റാക്കി ഒരു ബൊട്ടിക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടില്ല, നോക്കട്ടെ. അങ്ങനത്തെ എല്ലാം വേണ്ട. അതാണോ എല്ലാത്തിനും? പക്ഷെ നല്ല മെറ്റീരിയൽ അല്ലേ. ട്വിൽനെറ്റ് ഓരോ ഫാബ്രിക്കുകൾ. സ്ലീവ് ഇങ്ങനെ വരും. പിന്നെ തിക്കുള്ള ഭാഗം നമുക്ക് യോക്കിലും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെയാണ് വേണ്ടത്. കുട്ടിയോട് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഒരുവിധം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും അറിയാലോ, പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയേർഡാവും. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്നുമോളെ കൂടി കൂട്ടാൻ. 6 കിലോമീറ്റർ. അപ്പോൾ ഇന്നൂസ് നാളെ അവളുടെ വളാഞ്ചേരിത്തെ കസിൻസിൻ്റെ കൂടെയൊക്കെ കൊടൈക്കനാൽ ടൂർ പോവാണ്. അപ്പോൾ അവൾ പട്ടാമ്പിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി ഒരുമിച്ച് പോകാമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ച്. ഇന്ന് 3-4 ഷോപ്പിലൊക്കെ കയറി ഏകദേശം ഞങ്ങളുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ നെക്സ്റ്റ് ഫുഡാണ്. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾക്ക് നല്ല സന്തോഷമുണ്ട്. അവിടെ കൊടൈക്കനാലൊക്കെ ടൂർ പോകുന്നതിന് സന്തോഷത്തിലാണ്. ഞങ്ങൾ എന്നാലും ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പട്ടാമ്പിക്ക് പോകും അല്ലേ. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുന്ന് കണ്ടുപിട്ടി. അപ്പം ഇതാ കുഞ്ഞുമോള് പെരിന്തൽമണ്ണ അടുത്തുള്ളൊരു കഫേയാണ് കണ്ടുപിടി. പെരിന്തൽമണ്ണ ആലോചിക്കണം. ഇവിടുന്ന് കുറച്ച് മാർക്ക് താഴെ. അപ്പം ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇതിൽ നീ കണ്ടുപിടിച്ച സ്പോട്ട് മോശമായിട്ടില്ല കേട്ടോ. അതെപ്പോഴും അങ്ങനെയാണ്. പെരിന്തൽമണ്ണ താഴേക്കോട് ഭാഗത്താണ് കേട്ടോ ഈ ഒരു ദ ബീൻ കഫേ വരുന്നത്. ഇവിടെ ഈ ബീഫ് ബ്രിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. 15 hours ഒക്കെ കുക്ക് ചെയ്ത ബീഫും അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാം. നമ്മളെ കണ്ടപ്പോൾ അസുഖ 14 അതെ അവള് നിന്നെ സന്തോഷിപ്പിക്കുക വന്നതല്ല,
അവളങ്ങ് കൊടൈക്കനാൽ ടൂറ് പോവാ കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വിസിറ്റേ ഉള്ളൂ ഇതൊക്കെ. നീ വെറുതെ ആഗ്രഹിക്കണ്ട. ഇവിടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര? 3 മാർക്ക് കൊണ്ടേ. അപ്പൊ പറയും വേറെ കുട്ടികളുടെ കാര്യം. വേറെ ഏതാ മാർക്ക് കിട്ടി? ക്യാമറ ഓഫ് ആക്കിട്ട് പറയാല്ലേ. ഹലോ എക്സ്ക്യൂസ് മീ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സാം ഒക്കെ? ഇന്റെ അമ്മച്ചി വാപ്പ കൊണ്ടുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? എന്തെങ്കിലും ചെയ്തങ്ങള് പറയാൻ പറ്റൂലേ? ആ വേണ്ടി വരും. അടി ഉണ്ടാവും രണ്ടാളും. ആ മദ്രസയിൽ നിങ്ങൾ മകളുള്ള ലഗേജ് ഒക്കെ ആയിട്ട് വന്നത് കൊടൈക്കനാലിൽ പോവാൻ വേണ്ടിട്ട്. നമ്മള് മുഞ്ചി ഓള് ഫുള്ള് എൻജോയ്. ഇപ്പൊ ഷെഫ്മാനും ഉണ്ണിക്കോട്ടും കഴിഞ്ഞ പിന്നെ ഓനക്കര ഹൈറ്റ്. അല്ല ശാന്ത നിനക്കുള്ള ഹൈറ്റ് ഇല്ലേ? ആ ശാന്ത ഇച്ചിരി കൂടി ഉണ്ട്. എന്താ അവിടെ അത് നടക്കി ഗ്രാൻഡ്മ. ഗൈസ് എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്താണ് ഇങ്ങനൊരു ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ മോമോസ് കഴിക്കാൻ വരും. അപ്പോഴൊക്കെ വണ്ടിയിലപ്പോഴും ആഗ്രഹമൊന്നും തിരക്കായിട്ട് മോമോസ് ശരി കഴിക്കാൻ പറ്റില്ല. ഇന്ന് 3 പേരുള്ളൂ, അതുകൊണ്ട് സ്ഥലമുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? അതിന്റെ ഷേപ്പ് വരെയുള്ള വണ്ടി എടുത്ത് നമുക്ക് കഴിക്കണ്ടേ? കുറച്ചപ്പുറത്ത് മാറ്റിയിരുന്നു അതല്ലേ. ആ ചെമ്മീൻ്റെ ഷേപ്പുള്ള അതാണ്. ഇതേപോലത്തെ പീസാക്കാൻ പറ്റും. 3 ഇങ്ങനെ കുട്ടികളുടെ കൂടെ പോയാൽ പലതും കഴിക്കലാണ് പണി. കുറച്ച് കഴിക്കലുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ അതൊക്കെ കഴിച്ചിട്ടേ എന്തായാലും ഫൈനലി ഗൈസ് ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റാക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും നമ്മളുടെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ. ഓക്കെ, അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മളുടെ പുതിയ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും. ടാറ്റാ.